ഗുരുവായൂർ ചാമുണ്ഡേശ്വരി തെക്കേപുരയ്ക്കൽ ക്ഷേത്രത്തിനു സമീപം വീട്ടിൽ കയറി വയോധികയെ ആക്രമിച്ച് 1 പവൻ വരുന്ന വള മോഷ്ടിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൃഷ്ണപ്രിയയിൽ മാധവന്റെ ഭാര്യ 63 വയസ്സുള്ള പുഷ്പലതയുടെ വള മോഷ്ടിച്ചയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തേനി സ്വദേശി 28 വയസ്സുകാരനായ ജയറാമനാണ് അറസ്റ്റിലായത്. മാർച്ച് 27-ന് പുലർച്ചെയാണ് മോഷണം നടന്നത്. മാധവൻ പുലർച്ചെ ചായക്കടയിലേക്ക് ഇറങ്ങിയ സമയത്ത് ജയറാമൻ വീട്ടിനകത്ത് കയറി പുഷ്പലതയുടെ കഴുത്തിൽ കയറി പിടിക്കുകയായിരുന്നു. മാലയില്ലെന്ന് കണ്ടതോടെ വലതു കൈയിലെ വള ഊരിയെടുത്തു. പുഷ്പലതയുടെ കരച്ചിൽ കേട്ട് ചായക്കടയിലേക്ക് ഇറങ്ങിയ മാധവൻ തിരികെ എത്തുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ ജയറാമൻ ഓടി രക്ഷപ്പെട്ടു. ഇയാളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിനിടെയാണ് കിണറ്റിൽ വീണ മോഷ്ടാവിനെയും അയാളുടെ സഹായിയെയും തൃത്താല പോലീസ് കഴിഞ്ഞ മാസം 1-ന് പിടികൂടിയത്. ആനക്കര വടക്കത്ത് പടിക്കു സമീപം ആൾതാമസമില്ലാത്ത വീട്ടിലെ കിണറ്റിലാണ് തമിഴ്നാട് സ്വദേശി കരുണാനിധി വീണത്. ഇയാളുടെ സഹായിയായി ഉണ്ടായിരുന്ന ജയറാമനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഈ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഗുരുവായൂരിലെ അന്വേഷണ സംഘം തങ്ങളുടെ കയ്യിലെ CCTV ദൃശ്യങ്ങൾ വെച്ച് പരിശോധിച്ചപ്പോൾ ഗുരുവായൂരിലെ മോഷണത്തിലും പിന്നിൽ ജയറാമനാണെന്ന് മനസ്സിലായി. ജയറാമന്റെ ഫോട്ടോ പുഷ്പലതയെ കാണിച്ചപ്പോൾ അവർ പതിയെ തിരിച്ചറിഞ്ഞു. തൃത്താല കോടതിയിൽ നിന്ന് ജയറാമനെ കസ്റ്റഡിയിൽ വാങ്ങി ഗുരുവായൂരിലെത്തി തെളിവെടുപ്പ് നടത്തി. പ്രതിയെ അതിവേഗം പിടികൂടിയതിന് സഹായിച്ച ASP TS സിനോജ്, SHO G അജയ്കുമാർ, SI പ്രീത ബാബു എന്നിവരെയും ടീം അംഗങ്ങളെയും വാർഡ് കൗൺസിലറായ നഗരസഭ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ അഭിനന്ദിച്ചു.